ഇനി ബയാൻ അവ്വലു വാഖിറിൽ അംബിയായി, ആദ്യ അന്ത്യപ്രവാചകന്മാരുടെ വിശദീകരണമാണ് വരുന്നത്. വവ്വലുൽ അംബിയായി, അംബിയാക്കളിൽ നിന്ന് ആദ്യത്തവർ അലൈഹിമുസ്സലാം ആദം, വാഖിറുഹും മുഹമ്മദിൻ അലൈഹിമസ്സലാം വസ്സലാത്തു വസ്സലാമു അലൈക സയ്യിദി യാ റസൂലല്ലാഹ്. അമ്മാ നുബൂവത്തു ആദം, അപ്പോൾ ആദം നബിയുടെ നുബൂവത്ത് ഫബിൽ കിതാബി, കിതാബ് കൊണ്ട്, അദ്ദാലി അല അന്നഹു ഖദ് ഉമിറ വനുഹിയ, അമ്രും നെഹിയും മഹാനവറുകൾക്ക് ഉണ്ട്. മഅൽ ഖത്വി ബി അന്നഹു ലം യകുൻ ഫീ സമനിഹി നബിയുൻ ആഖറു, മറ്റൊരു പ്രവാചകനും അവിടുത്തെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല എന്നുറപ്പിക്കലോടുകൂടെ. ഫഹുവ ബിൽ വഹി, അത് വഹിയ കൊണ്ടല്ലേ, ലാ ഗൈർ, മറ്റൊന്നുകൊണ്ടല്ല. അപ്പോൾ അള്ളാഹു നേരിട്ട് സംസാരിക്കൂല എന്നറിയാം. പിന്നെ മൻഹിയാത്തും മഅ്മൂറാത്തും ആദ്യ നബിക്കുണ്ടായിട്ടുമുണ്ട്. ഹബീലിനെയും കാബീലും ഒക്കെ, കാബീൽ ഒരു കൊലയാളിയാവാനുള്ള കാരണം അന്ന് നിലനിന്നിരുന്ന ഒരു നിയമമാണല്ലോ. തന്നോടുകൂടെ ഗർഭത്തിൽ സഹോദരിയായിരുന്ന ആ സഹോദരിയെ വിവാഹം കഴിക്കാതെ ശേഷമുള്ളതോ മുൻ ഉള്ളതോ ആയ ഗർഭത്തിലെ സഹോദരിയെ വിവാഹം കഴിക്കാവൂ എന്ന ആ ഒരു നഹിയെയും അമ്രിനെയുമൊക്കെ ഭരിച്ചത് കൊണ്ടാണല്ലോ. അപ്പോൾ അവർക്ക് മൻഹിയാത്തും മാമൂറാത്തും ഉണ്ട്. അപ്പോൾ അത് പിന്നെ വഹിയ കൊണ്ടാണ്. അപ്പോൾ ആദം നബൂവത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു നിഗമനം. വക്കത സുന്നത്തു വൽ ഇജ്മാഉ, സുന്നത്തും ഇജ്മാഉം ഒക്കെ ആദം എന്നവർ നബിയാണെന്ന് അലൈഹിസ്സലാം തെളിയിക്കുന്നുണ്ട്. ഫഇൻകാർ നബൂവത്തിഹി, അപ്പോൾ നബൂവത്തിൻ്റെ ഇൻകാർ അലാമാ നുഖില അനിൽ ബഅ്ളിനെ തൊട്ട് മങ്കൂലാത് പ്രകാരം യകൂനു കുഫ്റോ, അതെന്താകും, കുഫറാകും. അപ്പോൾ ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും ഇജ്മാ കൊണ്ടും സ്ഥിരപ്പെട്ട ഒന്നിനെ ചില ബഅ്ള് ഇൻകാർ ചെയ്യുന്നത് അത് കുഫറാവാം എന്നാണ് പറയുന്നത്. വ അമ്മാ നബൂവത്തു മുഹമ്മദിൻ അലൈഹി സ്വലാത്തു വസ്സലാം ഫലിഅന്നഹു ഇദ്ദഅ നുബൂവ, നബൂവത്തിനെ വാദിച്ചിട്ടുണ്ട്. വഅദ്ഹറൽ മുഅ്ജിസത, മുഅ്ജിസത്തിനെ വെളിവാക്കിയിട്ടുമുണ്ട്. വ അമ്മാ ദഅവത്തു നുബൂവത്തി, നബൂവത്തിൻ്റെ വാദം ഫഖദ് ഉലിമ ബിത്തവാതുരി, അത് പരക്കെ പ്രസിദ്ധമാണല്ലോ. വ അമ്മാ അദ്ഹാറുൽ മുഅ്ജിസ, മുഅ്ജിസത്തിനെ വെളിവാക്കിയത് ഫലി വജ്ഹൈനി, അത് രണ്ട് വിഷയത്തിന് വേണ്ടിയിട്ടാണ്. ആ രണ്ട് വജുഹുകൾ നോക്കാം. അഹദുഹുമാ അന്നഹു അദ്ഹറ കലാമല്ലാഹി തആല, അള്ളാഹുവിൻ്റെ കലാമിനെ വെളിവാക്കി, വിശുദ്ധ ഖുർആൻ. വതഹദ്ദാ ബിഹിൽ ബുലഗാഅ, സാഹിത്യസമ്പുഷ്ടരായ ആളുകളെ വെല്ലുവിളിച്ചു. മഅ കമാലി ബലാഗതിഹിം, അവരുടെ സാഹിതീയത സമ്പൂർണ്ണമാകലോടുകൂടെ തന്നെ, അവരുടെ സാഹിതീയത സമ്പൂർണ്ണമാകലോടുകൂടെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹസ് ചാലഞ്ച് അവരെ വെല്ലുവിളിച്ചു. ഹത്താ ഖാതറു ബിമുഹജിഹിം വഅറളു അനിൽ മുഅറളതി ബിൽ ഹുറൂഫി, ഹത്താ ഖാതറു ബി മുഹജിഹിം, അവരുടെ ലഹജകൾ കൊണ്ട്, മുഹജ് അവരുടെ ഭാഷാരീതികൾ കൊണ്ട് അവരെന്ത് ചെയ്തു, ഖാതറു അതൊന്നും അവർ വിചാരിച്ചു എന്നുള്ള അർത്ഥത്തിനും ഖത്തറ എന്ന് പറഞ്ഞാൽ അവർ തോന്നി, പിന്നെ അവർ പരിശ്രമിച്ചു എന്നൊക്കെ മാന വെക്കാം. വഅറളു അനിൽ മുഅറളതി ബിൽ ഹുറൂഫി ലൽ മുഖാറഅതി ബിസ്സുയൂഫി, വഅറളു അവർ തിരിഞ്ഞു കളഞ്ഞു, അനിൽ മുഅറളതി ബിൽ ഹുറൂഫി അക്ഷരങ്ങൾ കൊണ്ടുള്ള പ്രതിരോധങ്ങൾ തീർക്കാതെ, ഇലൽ മുഖാറഅതി ബിസ്സുയൂഫി വാളുകൾ കൊണ്ടുള്ള വെട്ടും കുത്തിലേക്കും. വലം യുൻഖൽ അൻ അഹദിൻ മിൻഹും, ഒരാളിൽ നിന്നും നഖൽ ചെയ്യപ്പെട്ടിട്ടില്ല. മാ തവഫുരി ദവാഇ, ആ അതിനുള്ള എല്ലാ പ്രേരകങ്ങളും സമ്പൂർണ്ണമാകലോടുകൂടെ, അലിത്തിയാനു ബിശൈഇൻ മിമ്മാ യുദാനിഹി, അതിലേക്ക് അടുക്കുന്ന ഒന്നുപോലും അവരെന്ത് ചെയ്തിട്ടില്ല, കൊണ്ടുവന്നു എന്ന് തെളിവാക്കപ്പെട്ടിട്ടില്ല. ഫദല്ല ദാലിക ഖത്അൻ, അപ്പോൾ അത് ഉറപ്പായി അറിഞ്ഞിട്ടുണ്ട്, അല അന്നഹു മിൻ ഇൻദില്ലാഹി തആല, അത് അള്ളാഹുവിൻ്റെ പക്കലുള്ളതാണ്. വൗലിമ ബിഹി, അതുകൊണ്ട് അറിയപ്പെട്ടു, സിദ്ഖ് ദഅവൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാദം സത്യമാണെന്ന്. ഇൽമൻ ആദിയൻ, അത് ആദിയായ ഇൽമാണ്, ലാ യുഖ്ദഹു ഫീഹി ഷൈഉൻ മിനൽ ഇഹ്തിമാലാത്തിൽ അഖ്ലിയ,
അഖ്ലിയായ ധാരാളം ഇഹ്തിമാലുകൾ അതിൽ ഒന്നും ആക്ഷേപമാക്കി വരില്ല. നമ്മൾ പറഞ്ഞല്ലോ, അഖിലുകൾ കൊണ്ട് കുറേ ഇഹ്തിമാലാത്തുകൾ അവിടെ വന്നേക്കാം, അതൊന്നും ഇവിടെ ചർച്ചയാവാതെ ആദിയായ ഇൽമ കൊണ്ട് എന്ത് ചെയ്തു, ഒരാളൊരു കാര്യത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് നുണയാണെന്ന് തെളിയിക്കാൻ വേണ്ടി പറഞ്ഞു. ആ മറ്റുള്ളവർക്ക് തെളിയിക്കാൻ വേണ്ടി എന്ത് ചെയ്യില്ല, പറ്റിയില്ല. അപ്പോൾ ഞാൻ കൊണ്ടുവന്നത് സത്യമാണെന്നുള്ള അദ്ദേഹത്തിൻ്റെ വാദം അവിടെ നിന്ന് എന്ത് ചെയ്തു, സ്ഥിരപ്പെട്ടു. അപ്പോൾ അങ്ങനെ ആദിയായ ഇൽമ കിട്ടി. അലാമാഹു ഷെയ്നു സൈരുൽ ഉലൂമിൽ ആദിയായ എല്ലാ ഇൽമുകളുടെയും ഷെയ്ന് അപ്രകാരമാണല്ലോ. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇൽഹാറുൽ മുഅ്ജിസ നടത്തിയത് അതൊന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ ഇവരെ കലാമിനെ, അള്ളാഹുവിൻ്റെ കലാമായ പരിശുദ്ധ ഖുർആനിനെ വെളിവാക്കുകയും അത് വെല്ലുവിളിക്കുകയും ചെയ്തിട്ട് അത് അള്ളാഹുവിൻ്റെ പക്കലാണ് എന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. വസാനിഹി മാൽഹാറിൽ മുഅ്ജിസത്തിൻ്റെ രണ്ടാമത്തെ വജ്ഹ് അന്നഹു നുഖില അൻഹു അലൈഹി സ്വലാത്തു വസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളത്തോട് നഖൽ ചെയ്യപ്പെട്ടിട്ട് മിനൽ ഉമൂരിൽ ഖാരിഖത്തി ലിൽ ആദത്തി, ആദത്തിനെ ഗണ്ണിക്കുന്ന പല കാര്യങ്ങളും, മാ ബലഗൽ ഖദറുൽ മുഷ്തറകു മിൻഹു, അതിൽ നിന്ന് ഒരു ഖദർ മുഷ്തറക്ക് എത്തിയ ഒന്ന്, അതായത് ഇനി ലുഹൂറൽ മുഅ്ജിസത്തി ഹദ്ദത്തവാത്തുരി, തവാത്തുറിൻ്റെ ആ കണക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ലുഹൂറുൽ മുഅ്ജിസത്ത് എത്തിയിട്ടുണ്ട്. മുഅ്ജിസത്ത് വെളിവാകുന്ന അത്ര കണക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ആദത്തിനെ വെളിവാക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മീൻസ് നിബിധങ്ങളിൽ നിന്ന് പലപ്പോഴും അനിതരണ സാധാരണമായ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഖദർ മുഷ്തറക്ക് നോക്കുന്ന സമയത്ത് മുഅ്ജിസത്ത് വെളിവാകുന്ന രീതിയിലേക്ക് അവിടുത്തെ പക്കലിൽ നിന്നിട്ട് അമ്രുൻ ഖാരിഖുലിൽ ആദത്തിനെ ഹർക്ക് ചെയ്യുന്ന കാര്യമുണ്ടായിട്ടുണ്ട്. വൈങ്കാനത്ത് തഫാസ്വീലുഹ അഹാദ, അത് ഓരോന്ന് എടുത്തിങ്ങനെ അതിൻ്റെ തഫ്സീലുകളൊക്കെ ഓരോന്ന് എടുത്ത് പറയൽ അഹാദ് ഒറ്റൊറ്റകളാണെങ്കിലും ശരി, കശജാത്ത് അലി റളിയല്ലാഹു അൻഹു ജൗദി ഹാത്തം എന്നവരുടെ ഹത്തമുത്തോയിയുടെ ജൂദ് പോലെ, അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഷജാത്ത് പോലെ, വഹിയ മദ്കൂറത്തും ഫീ കുത്തുബി സിയർ, ചരിത്ര ഗ്രന്ഥങ്ങളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തർക്ക് ഓരോന്നുണ്ട്. അലി റളിയല്ലാഹു ഭയങ്കര ധൈര്യശാലിയാണ്, അപ്പോൾ നബിക്കും ധൈര്യശാലിയുണ്ട്. നബി ഹാത്തമുത്തോയി ഭയങ്കര ധർമ്മിഷ്ഠനാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും ധർമ്മിഷ്ഠനാണ്. ഇങ്ങനെ എല്ലാം കൂടെ നോക്കുന്ന സമയത്ത് ഓരോന്ന് നോക്കുന്ന സമയത്ത് അതെല്ലാം മുഅ്ജിസത്തിൻ്റെ ഹദ്ദെത്തിയിട്ടുമുണ്ട്. വഖദ് യുസ്തദല്ലു അർബാബുൽ ബസ്വാഇർ അലാ നബുവത്തി ബിവജ്ഹിൻ. അപ്പോൾ അടുത്ത ചർച്ച, അപ്പോൾ നബിതങ്ങളുടെ നബുവത്തൊന്ന് ഖുർആൻ എന്താണെന്ന് സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നപ്പോൾ നബിതങ്ങളുടെ മുഅ്ജിസത്ത് വെളിവാക്കി. പിന്നെ അവിടുത്തെ ജീവിതത്തിൽ അനിതരണ സാധാരണമായ ധാരാളം സംഭവങ്ങൾ ഉണ്ടായി. അതിൽ നിന്നുള്ള ചിലതെല്ലാം ചില ആളുകൾക്കും ഉണ്ട് എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിലും എല്ലാം കൂടെ മേളിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടംപോലെ സംഭവങ്ങൾ അമ്രുൻ ഖാരിഖായി വന്ന സമയത്ത് അത് മുഅ്ജിസത്തിൻ്റെ ഹദ്ദെത്തിക്കഴിഞ്ഞു. വഖദ് യസ്തദില്ലു അർബാബുൽ ബസ്വറിൻ്റെ ജമ്മ് അർബാബുൽ ബസ്വായിർ, ഉൾക്കാഴ്ചയുടെ ആത്മജ്ഞാനികളായ ആളുകൾ തെളിവ് പിടിക്കും അലാ നബുവത്തിഹി, തിരുനബി പ്രവാചകനാണ് എന്നതിൻ്റെ മേൽ ബിവജ്ഹൈൻ, രണ്ട് വജ്ഹ് കൊണ്ട്. അതെന്താ നോക്കാം. അഹദുഹുമാ മാ തവാതറ മിൻ അഹ്വാലിഹി ഖബ്ല നുബുവത്തിൻ്റെ മുമ്പ് അവിടുത്തെ അവസ്ഥാന്തരങ്ങളിൽ നിന്ന് പരക്കെ വ്യാപിച്ച് കിടക്കുന്നതുണ്ട്. ദഅവയുടെ സമയത്തും വബഅദ തമാമിഹ, നബുവത്തും ദഅവത്തൊക്കെ തമാമായതിൻ്റെ ശേഷവും, വഖലാഖിഹിൽ അളീമ, അവിടുത്തെ പരിശുദ്ധമായ സ്വഭാവവും, വഅഹ്കാമിൽ ഹക്കീമ, അവിടുത്തെ തന്ത്രപ്രധാനമായ വിധികളും, വഇഖ്ദാമിഹി ഹീന യഹ്ജുമുൽ അബ്ത്വാൽ, ധീരന്മാരൊക്കെ ചടഞ്ഞിരിക്കുന്ന സമയത്ത് അവിടുന്ന് മുന്നിടൽ, വവുസൂഖിഹി ബി ഇസ്മത്തില്ലാഹി തആല ഫി ജമീൽ അഹ്വാൽ, എല്ലാ അവസ്ഥാന്തരങ്ങളിലും അള്ളാഹുവിൻ്റെ ഭാഷം ലഭിക്കുമെന്നുള്ള അവിടുത്തെ ദൃഢനിശ്ചയം, വുസൂഖ്, വസബാത്തിഹി അലാ ഹാലിഹി ലദൽ അഹ്വാൽ, ഭയാനകമായ സാഹചര്യത്തിൽ അവിടുത്തെ സ്ഥൈര്യം, ഉറച്ചു നിൽക്കൽ,
ബിഹൈസു ലം യജിദ് അഅദാഉഹു, അവിടുത്തെ ശത്രുക്കൾ എത്തിച്ചിട്ടില്ല. മഅ ശിദ്ദത്തി അദാബത്തിഹിം, അവരുടെ ശത്രുത കഠിനമാകലോടുകൂടെ തന്നെ. വഹിർസിഹിം അല ത്വഅനി ഫീഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ത്വഅനാക്കുന്നതിൽ അവരുടെ ആർത്തി പൂണ്ട അവസ്ഥ ഉണ്ടായിട്ട് പോലും അവരെത്തിച്ചിട്ടില്ല. മൊത്തു അനൻ, ഒരു ത്വഅനാക്കേണ്ട ഒരിടം നബി തങ്ങളിൽ അവരെത്തിച്ചിട്ടില്ല. അപ്പോൾ കിണഞ്ഞു ശത്രുക്കൾ പരിശ്രമിച്ചിട്ടും ആക്ഷേപാർഹമായ ഒരു കാര്യം നമ്മുടെ ഹബീബിൽ നിന്നുണ്ടായിട്ടില്ല. വലാ ഇലൽ ഖദഹി ഫീഹി സബീല, ആക്ഷേപത്തിനൊരു വഴിയും അവരെത്തിച്ചിട്ടില്ല. ഫൈനൽ അഖ്ല, അഖ്ല് യജ്സിമു, അതുറപ്പിക്കും ബിംതിന ഇജ്തിമായി ഹാദിഹിൽ ഉമൂരി ഫീ ഗൈരിൽ അംബിയ, അമ്പിയാക്കളല്ലാത്തവരിൽ ഇക്കാര്യങ്ങളൊന്നും മേളിക്കുകയില്ല, മേളിക്കും എന്ന് ഇംതിനാഇനെ അഖ്ൽ എന്ത് ചെയ്യും, ജസ്മു ചെയ്യും. അപ്പോൾ അമ്പിയാക്കൾ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സമ്മേളിക്കുകയുള്ളൂ. വഅൻ യജ്മഅ അല്ലാഹു ഹാദിഹിൽ കമാലാത്തി ഫി ഹഖ്ഖി മൻ യഅലമു അന്നഹു യഫ്തരി അലൈഹി. വഅൻ യജ്മഅ അല്ലാഹു ഹാദിഹിൽ കമാലാത്തി, ഈ കമാലുകളെ അല്ലാഹു തആല സമ്മേളിപ്പിക്കും. ഫി ഹഖ്ഖി മൻ യഅലമു അന്നഹു യഫ്തരി അലൈഹി, അള്ളാഹുവിൻ്റെ ഏതൊരുത്തൻ്റെ മേൽ ഇഫ്തിറാ ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ഒരുത്തൻ്റെ മേൽ അല്ലാഹു തആല ഈ കമാലാത്തുകളൊക്കെ സമ്മേളിപ്പിക്കലും. സുമ്മ യുംഹിലുഹു 23 സന, പിന്നെ 23 തവണ അല്ലാഹു തആല ആ പ്രവാചകനിക്ക് താമസം ചെയ്തു കൊടുക്കലും. സുമ്മ യുദ്ഹിറു ദീനഹു അലാ സാരിൽ അദിയാൻ, പിന്നെ എല്ലാ ദീനുകളുടെ മേൽ അവിടുത്തെ ദീനിനെ വെളിവാക്കലും. വൻസുറു അലാ ഇദാഇഹി, അവിടുത്തെ ഇദാകളുടെ മേൽ അവിടെ സഹായിക്കലും. വയ്യഹിയ ആസാറുഹു ബഅദ മൗതിഹി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവിടുത്തെ ആസാറുകൾക്ക് ജീവനുണ്ടാക്കലും. ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാളിൽ മേളിപ്പിച്ചപ്പോൾ തന്നെ മനസ്സിലായി, ഇത്രയും ഗുണഗണങ്ങളുള്ള ഒരാൾ പ്രവാചകനാണ് എന്ന് സ്ഥിരപ്പെട്ടു. നബി തങ്ങൾ വാദിച്ചിട്ടുമുണ്ട്. അതല്ല, മറ്റൊന്ന്, ഇത്രയും ഗുണഗണങ്ങളുള്ള ഒരാൾ ഒരു പ്രവാചകൻക്കല്ലാതെ ഇത് സാധിക്കുകയില്ല എന്നതിലേക്ക് ആത്മജ്ഞാനികളായ ആളുകൾ അറിഞ്ഞു കണ്ടെത്തി. നമ്മളും അങ്ങനെ തന്നെയല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅ്ജിസത്ത് നേരിട്ട് കണ്ടവരല്ല, നേരിട്ട് കണ്ടവർക്കുണ്ടായ അത്ര അത്ഭുതമായൊരവസ്ഥ നമ്മൾ നേരിട്ട് കണ്ടവരല്ല. പിന്നെയും ഹബീബായ തങ്ങൾ കാലാന്തരങ്ങൾക്കു ശേഷം വായിക്കപ്പെടുകയും എഴുതപ്പെടുകയും ഓർക്കപ്പെടുകയും സ്മരിക്കപ്പെടുകയും പഠിക്കപ്പെടുകയും ചെയ്യുന്നത് അവിടുത്തെ ഉണ്ടായ അനിതര സാധാരണമായ കഴിവുകളും വ്യക്തിവൈശിഷ്ട്യങ്ങളുമായിരുന്നു. ആ വ്യക്തിവൈശിഷ്ട്യങ്ങളൊക്കെ ഒരാളിൽ പ്രകടമാകുമ്പോൾ തന്നെ എന്തിനാണ് ഇങ്ങനത്തെ ഒരു വ്യക്തിത്വത്തെ ഖിയാമം വരെ അവശേഷിപ്പിക്കുന്നത്? അത് നുബൂവത്ത് എന്ന മഹത്തായ ദൗത്യം കാലാന്തരങ്ങൾക്കു ശേഷം കരളുകളിൽ നിന്ന് ഹൃദയത്തിലേക്ക്, കൽബുകളിൽ നിന്ന് കൽബുകളിലേക്ക് മാറിക്കൊടുത്തുകൊണ്ട് ആ ഇസ്ലാം ദീനെ നിലനിർത്താനുള്ള ഒരു നബിയായി അവിടുന്ന് നിലനിൽക്കണമെന്ന്. അതാണ് നബി തങ്ങളെ ആഖിറായ നബിയായി അയച്ചത്. ഈ വക കാര്യങ്ങളെല്ലാം കൊണ്ട് ആത്മജ്ഞാനികളായ ആളുകൾ തെളിവ് പിടിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണ് എന്ന്, അവിടുത്തേക്ക് നബൂവത്തുണ്ട് എന്ന്. മറ്റൊരു വശവും ഉണ്ട്, അത് ഇൻഷാ അല്ലാഹ് മറ്റൊരിക്കൽ പറയാം.